അതിനുള്ള പടം ഇറങ്ങി. പക്ഷെ ചേട്ടൻ കണ്ടുകാണല്ലോ, ഇന്റർവ്യൂസ് ഒക്കെ സൂപ്പർ ഹിറ്റ് ആയിട്ട് എനിക്കൊന്ന് റീസെന്റ് ഇറങ്ങിയ ഇന്റർവ്യൂസിലൊക്കെ ഇത്രയും അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഇന്റർവ്യൂസ് വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ കോമ്പയിൽ നടന്നത്. പക്ഷെ സിനിമ ഇറങ്ങിയതിനു ശേഷം ഉണ്ടായ റിയാക്ഷൻസ് വളരെ നെഗറ്റീവ് ആയിരുന്നു. റിവ്യൂസും ഉണ്ടായാലും ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? എന്റെ ചോദ്യം മൈക്കിന് താല്പര്യമില്ല. കേട്ടില്ല മൈക്കിന്. അതായത് ഇപ്പം ഇന്റർവ്യൂ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. നിങ്ങളുടെ കോമ്പയിൽ നമ്മൾ കാണുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ് സിനിമ എന്താണെന്ന്. അപ്പൊ അത്ര ഹൈപ്പ് എത്തിക്കുമ്പോ സിനിമ ഇറങ്ങിയതിനു ശേഷം ഉണ്ടാകുന്ന റിവ്യൂസ് ആയാലും അഭിപ്രായങ്ങളാകും ഭയങ്കര നെഗറ്റീവാണ്. അപ്പൊ ധ്യാനേട്ടനെ ടാർഗറ്റ് ചെയ്ത് പറയുന്ന പോലെ അല്ലെങ്കിൽ സിനിമ നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, സിനിമ നന്നായിരുന്നു കൂടി. അപ്പം ഞാൻ എന്റെ പ്രൊഡ്യൂസറായിരുന്നു സീക്രട്ടിന്റെ റിവ്യൂ ഷെയർ ചെയ്തത്. അപ്പം ഞാൻ എന്റെ പ്രൊഡ്യൂസറല്ല, അതൊരു ഭയങ്കര പ്രതിപക്ഷ ബഹുമാനത്തോടെ വന്ന റിവ്യൂ ആയിട്ട് എനിക്ക് ഞാൻ എന്നെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് എടുത്തതാണ്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ജയലോകനാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിന്റെ റൈറ്റ് ആയിട്ട് ഡീൽ ചെയ്തിട്ടില്ല. അത് ഒഴിവാക്കാൻ പറ്റും അൺഫോർച്ചുനേറ്റ്. കാര്യം അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനല്ല ഉത്തരം പറയുന്നത്, ഡാർവിൻചാണ്ടാണ് ഉത്തരം പറയുന്നത്. ആ ചോദ്യം ചോദിച്ചിട്ട് കുട്ടിക്ക് ആ ചോദ്യം ചോദിക്കണമെന്നില്ലായിരുന്നു, ചോദിപ്പിച്ച വൈകി മനസ്സിലായോ. അയാളൊരു മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് ചോദിക്കാം, അതൊക്കെ അഡ്രസ് ചെയ്യാം. സോഷ്യലായിട്ട് ഉള്ള ഇഷ്യൂസിനെ കുറിച്ച് അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഇഷ്യൂസ് ഒക്കെ അയാൾ ചോദിക്കണം, വിസിൽ ബ്ലോവേഴ്സ് ആവണം. പക്ഷെ ചോദിച്ച ആളും താരം പോയി. ചിലപ്പം അദ്ദേഹം ധ്യാൻ ഉദ്ദേശിച്ചത് ഒരു ഫണ്ണി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിരിക്കും. അപ്പൊ എപ്പോഴും 99.9% അയാളുടെ ഉത്തരങ്ങൾ നമുക്ക് തമാശകരമായി കിട്ടാറുണ്ട്. 0.1% സൈഡ് അൺഫോർച്ചുനേറ്റ് ആണെന്ന് പറയുന്നത് മനസ്സിലല്ലേ. പക്ഷെ അതൊരു തമാശ കാര്യമല്ല. ഒരു നേഷന്റെ ഒരു GDP-ക്കൊക്കെ വരെ ബാധിക്കാവുന്ന അല്ലേ ഇത്രയും വലിയ ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കണക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്കതൊരു വലിയ ചോദ്യമാണ്, ഒരു ചെറിയ തീപ്പൊരിയുന്ന പോലെ. അതിനെ ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ ചോദിച്ച ആള് മാറ്റി ചോദിക്കും. പക്ഷെ അല്ലാതെ ഇപ്പം ഇന്റർവ്യൂസ് ഞാനും ആസ്വദിച്ചിരുന്നു. ഞാനും ധ്യാനും രമേശായിട്ട് ഇരിക്കുന്ന ആ ഇന്റർവ്യൂവിൽ ഇരിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായി കാണും. എനിക്ക് അവരെ പോലെ സംസാരിക്കാൻ കഴിയുന്ന ആളല്ല, കൗണ്ടേഴ്സ് പറയാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. സിനിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ 2021 ഷൂട്ട് ചെയ്ത സിനിമയാണ്. കോവിഡ് ടൈമിൽ നമുക്ക് ലൊക്കേഷൻ പരിധികളുണ്ടായിരുന്നു. നമുക്ക് 3 ലൊക്കേഷനെ കൺട്രോൾ കിട്ടും: പോലീസ് സ്റ്റേഷൻ, വീട്, റോഡ്. ആ റോഡിലാണെങ്കിൽ രമേശേട്ടൻ പറഞ്ഞ ഇവന്റെ പോസ്റ്റർ കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പലതും പറ്റില്ല, മനസ്സിലായി. അങ്ങോട്ട് ഓടിച്ചെടുപ്പോൾ അവൻ്റെ ഒരു പടം. അപ്പോൾ ആ പരിധിയിൽ അങ്ങനത്തെ ഒരു സിനിമ ഷൂട്ട് ചെയ്തത് ഞങ്ങളതിനെ എന്താ പറയുക ഡിസോൺ ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും എൻ്റെ റൈറ്റാണ്. കാര്യം അവര് കാശ് മുടക്കിയാണ് തിയേറ്ററിൽ ഇഷ്ടപ്പെടുന്നത്. ഒരു കാര്യം ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം കൂടെ ഒന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് എന്ന് കൂടെ പറഞ്ഞാൽ നന്നായിരിക്കും. അതിൽ എന്തൊക്കെ പോരായ്മകൾ എന്നുള്ളതും കൂടെ പറഞ്ഞാൽ നന്നായിരിക്കും. അത് ചിലപ്പോൾ എനിക്കല്ല, ഇപ്പോൾ റൈറ്റർ അല്ലെങ്കിൽ ആ ഡയറക്ടറൊക്കെ, അയാൾ പുതിയ ഡയറക്ടറാണ്. അയാൾക്ക് നാളെ ഒരു സിനിമ ചെയ്യുമ്പോൾ അയാൾക്ക് നേരത്തെ ചെയ്തൊരു മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. മറ്റ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ തെലുങ്കായാലും തമിഴായാലും കർണാടകയായാലും അവരെല്ലാം പറഞ്ഞത് മലയാള ഇൻഡസ്ട്രിയാണ് കണ്ടന്റ് ഓറിയന്റേഴ്സ് മുന്നിൽ നിൽക്കുന്ന മലയാളം സിനിമകളാണ്. അപ്പം എക്സാമ്പിൾ ഇപ്പോഴും മലയാളം എന്തൊരു എക്സാമ്പിൾ ആണെങ്കിൽ റെഫർ ചെയ്യണമെങ്കിൽ അവർ റെഫർ ചെയ്യുന്ന മലയാള സിനിമയുണ്ട്. പക്ഷേ കളക്ഷൻ റെക്കോർഡ് നോക്കുമ്പോൾ മലയാള സിനിമ ഏറ്റവും പുറകിലും ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് മുമ്പിൽ പോകും. എന്തുകൊണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നത്? വലിയ ചോദ്യമാണ്. ഞാനതിന് ഉത്തരം പറയാൻ പറ്റിയ ഒരാളുമല്ല. കുറച്ച് സിനിമകളെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ, 3 സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്, 2 സിനിമ. എന്ന് വെച്ചാൽ എനിക്ക് ഈ കണക്കുകൾ പറയാൻ അറിയില്ല. ഒന്ന്, മലയാള സിനിമയ്ക്ക് പ്രേക്ഷകർ കൂടി തുടങ്ങിയത് കോവിഡിന് ശേഷമാണ്. അപ്പോഴാണ് പ്രേക്ഷകർ മനസ്സിലാക്കിയത് മലയാള സിനിമയുടെ യഥാർത്ഥ സ്ട്രെങ്ത് ഇരുന്നിരുന്നത് അതിന്റെ കണ്ടന്റിലാണ്. അതിപ്പോ തുടങ്ങിയ പ്രതിഭാസമൊന്നുമല്ല. 1960-കളിലും 70-കളിലും 80-കളിലും ചെമ്മീന് നമുക്ക് നാഷണൽ അവാർഡ് കിട്ടിയ സ്റ്റേറ്റാണ് അത്. അപ്പം അത് ചെറിയ കാര്യമല്ലല്ലോ. പ്രസിഡന്റിന്റെ മെഡൽ കിട്ടിയ പടമാണ്. അന്നോട്ട് നമുക്ക് എന്തായാലും പണ്ട് പറയില്ലേ, നമുക്ക് ഒരുപാട് കാശില്ലാത്ത കുടുംബത്തിൽ
സ്ഥിരമായി കേട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കറിയില്ല. നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങി കാശ് നമുക്ക് നമ്മുടെ എഴുത്തും കണ്ടന്റും ഉള്ളൂ. നമുക്ക് ഒരുപാട് ബഡ്ജറ്റ് ഇട്ട് കളിക്കാനില്ല. ഇന്ന് അതിനൊരു ഇച്ചിരി ചെറിയ ഇത് വന്നിട്ടുണ്ട്. പോസ്റ്റ് കോവിഡ് കുറച്ചും കൂടി പ്രേക്ഷകരെ കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ നമ്മളതിനെ എഴുതി ഒരു ജഡ്ജ്മെന്റോട്ട് ഉണ്ടല്ലോ. മലയാള സിനിമ നാളെ കുറേ കൂടി ഭാഷകളിലും ദേശങ്ങളിലും കണ്ടു തുടങ്ങുന്ന കാലം വരും. അന്ന് നമുക്ക് ഇതിനും വലിയ ബഡ്ജറ്റ് റിക്കവറിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിഗേഴ്സ് 100 കോടി ക്ലബ് 200 1000 ഒക്കെ അന്ന് ഗ്രോസ് കളക്ഷൻ കിട്ടും. ഞാൻ ആ ഇന്റർവ്യൂ കണ്ടിട്ടില്ല. പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും സിനിമ ഡയറക്ടറുടെ കലയാണ് എന്നൊക്കെ പറയുമ്പോഴും ഇതൊരു ഉത്തരവാദിത്തമാണ്. അപ്പം ഈ ഉത്തരവാദിത്ത സാറിന്റെ ആ റീസെന്റ് പറഞ്ഞ കാര്യം വലിയ രീതിയിൽ അത് ചർച്ചയാവുകയൊക്കെ ചെയ്തത് നായിക എന്ന് പറയും. അപ്പോൾ സിനിമ തിയേറ്ററിലെത്തി കഴിഞ്ഞതിന് ശേഷവും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നടിനടന്മാർക്കും കൂടെ ഉള്ളതല്ലേ? അതൊരു പ്രൊഡ്യൂസർ എന്നുള്ള ഒരു വിഷയത്തിൽ എന്താണ് ഡിസോൺ ചെയ്യുന്നതിനോട് എനിക്ക് എതിരഭിപ്രായം. ആരും ഞാൻ ഇന്ന് വരെ ഒരു സിനിമയെ പബ്ലിക്കായിട്ട് ഞാൻ പരിഹസിച്ചേക്കുന്ന സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ഹീറോയെ സിനിമ അതിന് 100% അവകാശം. അത് വേറൊരു ആൾ ചെയ്തൊരു സിനിമയെ അത് പ്രവർത്തിച്ചിട്ടുണ്ടോ അതിനോട് സഹകരിക്കാതിരിക്കുന്നതിനോട് എനിക്ക് യോജിക്കും. സിനിമയുടെ റിസൾട്ട് എന്തും ആവാം അല്ലെ. നമ്മൾ ഒരിക്കലും ഓടില്ല, അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഇത് ഓടും എന്നൊക്കെ ഡൗട്ട് അടിച്ച സിനിമകൾ നന്നായി ഓടിക്കുന്നുണ്ട്, തിരിച്ചും സംഭവിക്കുന്നുണ്ട്. സോ പ്രേക്ഷകരാണല്ലോ യഥാർത്ഥ വിന്നർത്താക്കൾ. അത് നമ്മൾ ഒരുമിച്ചേക്കുന്നത്. പിന്നെ വിജയം വരുമ്പം ആ സമയത്ത് ഫാൻസ് ചിലപ്പോൾ ആ ഹീറോയുടെ ഫാൻസ് അത് അദ്ദേഹത്തിന്റെ സിനിമയായിട്ട് മാറ്റും. ആക്ച്വലി വിജയം ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കിട്ടുമ്പോൾ പരാജയം വരുമ്പോൾ അത് വേറെ വരും, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. അത് അതിനൊരു എന്താ പറയുക ലിഖിതമായ ഒരു നിയമമില്ല. അത് അപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പോകുന്ന കാര്യം. നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രേക്ഷകർ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ദീർഘനാള് ഒരു വ്യക്തത്തിൽ നമുക്ക് ഒരു കാര്യം നന്നായി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു 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 മോശമായിട്ട് അവർക്ക് തോന്നുന്ന സിനിമ ചെയ്യുന്നു. ഒരു പിണക്കം, അതൊരു താൽക്കാലികമായ ഒരു പിണക്കമാണ്. ആ പിണക്കത്തിന്റെ ഒരു റിയാക്ഷനാണ്. ചിലപ്പോൾ അത് റിവ്യൂ ആയിട്ട് വരാം, അല്ലെങ്കിൽ എഴുതി അല്ലെങ്കിൽ വോയിസ് നോട്ട്സിൽ വരാം, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് വരാം. നാളെ നല്ലൊരു കണ്ടന്റ് ആയിട്ട് ഇതേ വ്യക്തി വന്നാൽ ഇതേ പ്രേക്ഷകർ നല്ലത് പറയാനുണ്ട്. സോ അത് എന്നും ഒരു പെർമനന്റ് സ്റ്റേറ്റ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്ഷൻസിന് ഉള്ളൊരു സ്പേസ് ആയിട്ട് ഈ ഒരു ക്രിറ്റിസിസം രണ്ട് കൂട്ടത്തിലും നിൽക്കുക. പ്രേക്ഷകരുണ്ടെങ്കിൽ സിനിമയുള്ളൂ എന്നുള്ള പൂർണ്ണ ബോധ്യം എല്ലാ സിനിമയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിപ്പോ നാൻസി റാണിയായിട്ട് ക്ലബ് എന്ന് പറയുകയാണെങ്കിൽ നാൻസി റാണി ഇതിലൊക്കെ നല്ല മെസ്സേജാണ് കൊടുക്കുന്നത്. നാൻസി റാണി നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരികയാണെങ്കിൽ വ്യക്തിപരമായി സെൻസർഷിപ്പിന് എതിരായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പ്രേക്ഷകരാണ് നേരത്തെ അജു പറഞ്ഞതുപോലെ യഥാർത്ഥ വിധികർത്താക്കൾ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരാളാണ് ഞാൻ. ഏത് തരം സിനിമകൾ വന്നാലും അതൊക്കെ തള്ളണോ കൊള്ളണോ എന്നൊക്കെ അറിയാനുള്ള പ്രബുദ്ധരായ ജനങ്ങളാണ് പ്രത്യേകിച്ച് കേരളത്തിൽ. പിന്നെ ഒരു സിനിമയാണ് ഇവിടെ വയലൻസ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് 1% പോലും എനിക്ക് യോജിക്കാൻ പറ്റില്ല. സിനിമ ബഹുഭൂരിപക്ഷം സിനിമകളും നന്മയുള്ള ഹീറോന്റെ കഥകളാണ്. അതൊന്നും ആൾക്കാരെ എടുക്കാത്തത് എന്താ? ഏതെങ്കിലും ഒരു സിനിമ വയലൻസ് കാണിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വയലൻസുകളെ അതുമായിട്ട് കണക്ട് ചെയ്യാൻ. അല്ലാതെ സിനിമ സ്വാധീനിക്കുമെങ്കിൽ നമ്മളെല്ലാവരും ഹീറോസ് ആവേണ്ട ആൾക്കാർ, നല്ല മനുഷ്യരാവേണ്ട ആൾക്കാർ. അതിഭയങ്കരമായ മയക്കുമരുന്നിന്റെ ഉപയോഗം. പിന്നെ ഈ ന്യൂക്ലിയർ ഫാമിലിയിലെ ഇപ്പൊ കുട്ടികൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ തൊഴിലില്ലാത്തതുകൊണ്ട് മാത്രമല്ല, അവരുടെ ഒരു ഫ്രീഡത്തിന്റെ കൂടി ആവശ്യമുണ്ട്. ഒരു ന്യൂക്ലിയർ ഫാമിലി അവർക്ക് ഫ്രീഡം ഇല്ല, പുറത്തു പോയി ഫ്രീഡം ഉണ്ടാവുള്ളൂ. അപ്പൊ അത്തരം ഡിപ്രഷൻ, അത്തരം പ്രശ്നങ്ങളിലൊക്കെ കുടുംബത്തിലുള്ള കുട്ടികൾക്ക് പിന്നെ അവരുടെ ചുറ്റിലും മലയാള സിനിമ മാത്രമല്ല വയലൻസ് നമ്മളെക്കാൾ ഭീകരമായിട്ടുള്ള ഒരുപാട് സീരീസുകളും ഒരുപാട് വീഡിയോസും ഒക്കെ അവരുടെ വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് മലയാള സിനിമയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനോട് യോജിപ്പിക്കും. അപ്പോൾ മാറിയ സാമൂഹ്യ അന്തരീക്ഷം, ലഹരിയുടെ അതിഭീകരമായ ഉപയോഗം, ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. സിനിമ
അതിഭീകര വയലൻസ് ആണെങ്കിൽ നമ്മൾ കാണില്ല. ഇപ്പോ ഈ പറയപ്പെടുന്ന സിനിമ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ഞങ്ങളുടെ ഒരു ജനറേഷനിലുള്ള പോലെ പോലും ഒരു വയലൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ട് പോലും ഇല്ല. നമ്മൾ അവരോട് നിൽക്കുമ്പോൾ അതൊക്കെ എന്തിനാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് സിനിമയെ കുറിച്ച് പറയേണ്ടതാണ് എന്റെ അഭിപ്രായം. അല്ല, സിനിമയുടെ നെഞ്ചത്തോട് ആർക്കും കയറാലോ. അപ്പൊ എല്ലാത്തിനും ആൻസർ സിനിമ, അത്രയല്ലേ ഉള്ളൂ. എന്ത് സംഭവിച്ചാലും മുഖ്യമന്ത്രി രാജിക്കണമെന്ന്